കയ്യെത്തും ദൂരത്ത്. രചന ആസിയ പൊന്നൂസ്. അവതരണം ഷാഹുൽ മലയിൽ. എഡിറ്റിംഗ് ഷെരീജ് പൂനൂർ. നിർമ്മാണം PNR ക്രിയേഷൻസ്. എന്നിട്ട് നീ എന്തു പറഞ്ഞു? അൻവർ പറഞ്ഞൊക്കെ അല്ലുവിനോട് പറഞ്ഞു കേൾപ്പിക്കായിരുന്നു അന്നു. ഞാനെന്തു പറയാൻ, എൻ്റെ ഹാർട്ട് അടിച്ചു പോയില്ലെന്നേ ഉള്ളൂ. എൻ്റെ മുന്നിൽ വന്ന് എൻ്റെ കണ്ണിൽ നോക്കി ഐ ലവ് യു എന്ന് പറഞ്ഞപ്പോൾ കറണ്ട് അടിച്ച ഫീലായിരുന്നു. വായിൽ നിന്ന് ഒരക്ഷരം പുറത്തേക്ക് വരുന്നില്ല. പോരാത്തിന് അയാളുടെ ഒരു നോട്ടോ. അപ്പോഴേ തിരിഞ്ഞ് ഓടിയില്ലേ ഞാൻ. അവൾ വലിയ കാര്യം പോലെ പറഞ്ഞതും അവനവളുടെ തലക്കൊന്ന് കൊടുത്തു. അന്നു, ഞാൻ സാറിനോട് അങ്ങനെ പറഞ്ഞതിൽ നിനക്കിനോട് ദേഷ്യമുണ്ടോ? അവളുടെ കയ്യിൽ പിടിച്ച് അവൻ ചോദിച്ചതും അവൾ അവനെ നോക്കി ഒന്ന് ചിരിച്ചു. എന്തിന്? എനിക്ക് ദോഷം വരുന്നെന്ന് എൻ്റെ ഈ പൊന്നാങ്ങളെ ചെയ്യില്ലെന്ന് എനിക്കറിയാം. അവൻ്റെ നെറ്റിയിൽ നെറ്റിമുട്ടിച്ചുകൊണ്ട് അവൾ കുസൃതിയോടെ പറഞ്ഞു. അപ്പോൾ നിനക്ക് സാറിനെ ഇഷ്ടപ്പെട്ടോ? അവൻ ഉത്സാഹത്തോട് ചോദിച്ചതും അവൾ എന്തോ ചിന്തിച്ചു. അങ്ങനെ ചോദിച്ചാൽ എന്തായാലും ഇഷ്ടക്കേടില്ല. പുള്ളി എക്സ്ട്രാ ഡീസൻ്റാ. അവൾ ചിരിയോടെ പറഞ്ഞതും അവനും മറ്റെങ്ങോ നോക്കി ചിരിച്ചു. സത്യം പറയും, ഈ പറ്റിൽ എൻ്റെ ഫിദുവിനെ വളർക്കാനുള്ള പ്ലാനെങ്ങാനും ആണോ? പെട്ടെന്നുള്ള അവളുടെ ചോദ്യത്തിൽ അവനൊന്ന് ഞെട്ടി. അവന് മുന്നിൽ കയ്യും കെട്ടിയിരിക്കുന്ന അവളെ നോക്കി പിന്നെ ഒന്ന് ചിരിച്ചു. ഞാനെന്തിനാ വളർക്കുന്നത്? അവൾക്ക് എന്നെ ഇഷ്ടമാണെന്നൊക്കെ എനിക്കറിയാം. അവളെ നോക്കി കണ്ണിച്ചിമ്മി അവൻ പറഞ്ഞതും അവൾ ഞെട്ടലോട് അവനെ നോക്കി. ഇങ്ങളെങ്ങനെ അറിഞ്ഞു? അവൾ ഞെട്ടലോട് ചോദിച്ചതും അല്ലു അവൾ നോക്കി കണ്ണിറുക്കി. പാറ കാക്കൂ, നിങ്ങളെങ്ങനെ അറിഞ്ഞേ? ആരാ പറഞ്ഞേ? എന്നോടാരും പറഞ്ഞില്ല. ചെറിയൊരു സംശയം തോന്നി, ഒന്ന് എറിഞ്ഞു നോക്കിയതാ. നിന്റെ റിയാക്ഷൻ കണ്ടപ്പോൾ കൺഫേം ആയി. അവൻ ചിരി കടിച്ചു പിടിച്ച് പറഞ്ഞതും അവൾ വെളുക്കനെ ചിരിച്ചു കാണിച്ചു. അവളോടൊന്ന് പോയി ചോദിച്ചേക്കല്ലേ? അവൾ മുഖം ചുളിച്ച് പറഞ്ഞതും അവൻ അവൾ നോക്കി മീശി പിരിച്ചു. ഇത് ഞാൻ അറിഞ്ഞ കാര്യം അവളോട് നീ പറയരുത് കേട്ടല്ലോ. അവൻ മീശ ഒന്ന് പിരിച്ചു വെച്ച് പറഞ്ഞതും അന്നു അവനെ ചൂടി നോക്കിയിട്ട് തലയാട്ടി. ഡോക്ടർ വിശ്വനാഥ് ഷേണായി. ക്യാബിന് മുന്നിലെ ബോർഡിൽ നിന്ന് പേര് വായിച്ചുകൊണ്ട് മഹി ഒരു നെടുവീർപ്പോടെ അകത്തേക്ക് കയറി. ആ മഹിയോ, കം. അയാൾ സ്നേഹത്തോടെ ക്ഷണിച്ചതും അവൻ അകത്തേക്ക് കടന്നു നിന്നു. ഇരിക്കും മഹി, എന്തിനാ കാണണമെന്ന് പറഞ്ഞേ? എന്തെങ്കിലും പ്രോബ്ലം ഉണ്ടോ? അയാളുടെ ചോദ്യം കേട്ടതും അവൻ ചെയറിലേക്ക് ഇരുന്നുകൊണ്ട് രുദ്രയുടെ കണ്ടീഷനെ കുറിച്ച് പറഞ്ഞു. ഡോക്ടർ, ഞാനിപ്പോൾ വന്നത് ഒരു ഹാർട്ട് ട്രാൻസ്പ്ലാന്റേഷൻ വഴി രുദ്രയുടെ ജീവൻ നിലനിർത്താൻ സാധിക്കുമെന്ന് അറിയാനാ. മഹി പറയുന്ന കേട്ട് അയാൾ ഞെട്ടി. വാട്ട് യു മീൻ? അയാൾ സംശയത്തോടെ ചോദിച്ചു. അങ്ങനെ ഒരു സാധ്യത ഉണ്ടെങ്കിൽ എൻ്റെ ഹൃദയം എൻ്റെ ഭാര്യയ്ക്ക് നൽകാൻ ഞാൻ തയ്യാറാണ്. അവൻ്റെ വാക്കുകൾ അയാളെ ശരിക്കും അമ്പരപ്പിച്ചു. ആർ യു മാഡ്? എന്താണ് പറയുന്നതെന്ന് ബോധമുണ്ടോ തനിക്ക്? തൻ്റെ ഹൃദയം രുദ്ര കൊടുത്താൽ പിന്നെ താനെങ്ങനെ ജീവിക്കും? ജസ്റ്റ് ലൈക്ക് കമ്മിറ്റിംഗ് സൂയിസൈഡ്. അയാൾ ദേഷ്യത്തോടെ പറഞ്ഞു. മഹി ഒന്ന് ചിരിച്ചു. ഐ നോ ഡോക്ടർ, ബട്ട് ഷീ ഈസ് മൈ ലൈഫ്. വിതൗട്ട് ഹെർ ഡെത്ത് ഈസ് ബെറ്റർ. പുഞ്ചിരിയോടെ പറയുന്ന മഹിയെ അയാൾ അതിശയത്തോടെ നോക്കിയിരുന്നു. ഡ്യൂട്ടി ഡോക്ടർ സമ്മതിക്കാത്തതുകൊണ്ടാണോ താൻ എൻ്റെ സഹായം തേടി വന്ന്? അയാൾ ഏറെ നേരത്തെ ചിന്തയ്ക്ക് ശേഷം അവനോട് ചോദിച്ചു. നോ. അവൻ ഉടനടി മറുപടി കൊടുത്തു. ദെൻ വൈ? ഐ ഡോണ്ട് ട്രസ്റ്റ് ദാറ്റ് ഡാം ഇൻ ഡോക്ടർ. അവൻ ടേബിൾ ഇടിച്ചുകൊണ്ട് പറഞ്ഞതും ഡോക്ടർ അവനെ നോക്കി നെറ്റി ചുളിച്ചു. വൈ? ഐ ഡോണ്ട് നോ. അവൻ അലസമായി മറുപടി പറഞ്ഞതും അയാൾ കുറച്ചു നേരം എന്തൊക്കെയോ ചിന്തിച്ചിരുന്നു. താനൊരു കാര്യം ചെയ്യും, രുദ്രയുടെ സ്കാനിംഗ് റിപ്പോർട്ട് കയ്യിലുണ്ടോ? കുറച്ചു നേരത്തെ ചിന്തകൾക്കൊടുവിൽ അയാൾ ചോദിച്ചു. ഉണ്ട് ഡോക്ടർ, എൻ്റെ ഫോണിലുണ്ട്. മഹി പാൻസിൻ്റെ പോക്കറ്റിൽ നിന്ന് ഫോൺ പുറത്തേക്ക് എടുത്തുകൊണ്ട് പറഞ്ഞു. അയാൾ അവന് നേരെ കൈ നീട്ടി. ഞാനൊന്ന് നോക്കട്ടെ എന്തെങ്കിലും ചെയ്യാൻ പറ്റുമോ എന്ന്. അവനെ നോക്കി ചിരിച്ചുകൊണ്ട് അയാൾ പറഞ്ഞതും അവൻ പ്രതീക്ഷയോടെ അയാളെ നോക്കി. ഫോണിൽ കുറേ നേരം അയാൾ സൂം ചെയ്തൊക്കെ നോക്കി. അവളുടെ ഫയലുകൾ നന്നായി പഠിച്ചുകൊണ്ട് അയാൾ അതൊക്കെ അയാളുടെ ഫോണിലേക്ക് സെൻഡ് ചെയ്തു. ഇറ്റ്സ് ലുക്ക് ലൈക്ക് സംവൺ ഈസ് ട്രൈങ് ടു ചീറ്റ് യു. അയാൾ ടേബിളിലേക്ക് കൈ ഊന്നിക്കൊണ്ട് പറഞ്ഞതും മഹി ഒന്ന് ഞെട്ടി. ഈ റിപ്പോർട്ട്സിൽ എന്തൊക്കെയോ ക്രമക്കേടുകളുണ്ട്. ശുദ്ധ മണ്ടത്തരങ്ങളാണ് എഴുതി പിടിപ്പിച്ചേക്കുന്നത്. എനിക്കൊന്നും അങ്ങോട്ട് ഡൈജസ്റ്റ് ആവുന്നില്ല മഹി. താനൊരു കാര്യം ചെയ്യുക, ഇപ്പൊ തന്നെ രുദ്രയെ കൂട്ടി ഇങ്ങോട്ട് വാ. എനിക്ക് ചില ഡൗട്ട്സ് ഒക്കെ ഉണ്ട്. അയാൾ പറഞ്ഞതും മഹി ഫോണും എടുത്ത് വേഗം അവിടുന്ന് എണീറ്റു. മഹി. അവൻ പുറത്തേക്ക് ഇറങ്ങാൻ നിന്നു. അയാൾ മടിച്ചുകൊണ്ട് പിന്നിൽ നിന്ന് വിളിച്ചു. അത് കണ്ണൻ, അവന് സുഖാണോ? അയാൾ മടിയോട് ചോദിച്ചതും അവനും തലകുലുക്കി കണ്ണടച്ച് കാണിച്ചു. ഇങ്ങനെ ഒരാൾ അവനെയും കാത്തി വീട്ടിലിരിപ്പുണ്ടെന്ന് അവനോടൊന്ന് പറഞ്ഞേക്കണേ. ഒന്ന് ചിരിക്കാൻ ശ്രമിച്ചുകൊണ്ട് അയാൾ പറഞ്ഞതും അവൻ തിരിഞ്ഞടന്നു. അവൻ്റെ മനസ്സിൽ അപ്പോഴും രുദ്രയെക്കുറിച്ചുള്ള ചിന്തകളായിരുന്നു. അവൻ ഒട്ടും സമയം പാഴാക്കാതെ വീട്ടിലേക്ക് പാഞ്ഞു. ഹാളിൽ എന്തോ ചിന്തിച്ചിരിക്കുന്ന ശ്രാവണിന്റെ തോളിൽ ചാരിക്കായിരുന്നു രുദ്ര. രുദ്രയുടെ പേരിൽ വഴിപാട് നേർന്ന പാർവതി കിച്ചുവിനെയും കൂട്ടി അമ്പലത്തിലേക്ക് പോകാൻ ഒരുങ്ങിയതും കിരൺ അവരെ ഡ്രോപ്പ് ചെയ്യാന്ന് പറഞ്ഞ് പോയി. പെട്ടെന്ന് കോളിംഗ് ബിൽ കേട്ടതും ശ്രാവൺ എഴുന്നേറ്റ് പോയി ഡോർ തുറന്നു. ഡോർ തുറന്ന സ്പോട്ടിൽ തന്നെ ഭാരമുള്ള എന്തോന്ന് തലക്കൊന്നടിച്ചും ശ്രാവൺ തെറിച്ചു വീണു. കണ്ണേട്ടാ! വലിയൊരു ചുറ്റികയുമായി മുന്നിൽ നിൽക്കുന്ന തടിമാടന്മാരുടെ അടുത്ത് ചോരൊലിപ്പിച്ച് കിടക്കുന്ന അവരെ നോക്കി അവൾ അലറിയതും അവൾക്ക് നേരെ അതിലൊരാൾ ആ ചുറ്റിക ആഞ്ഞു വീശി. വേദന താങ്ങാനാവാതെ അവൾ നിലത്തേക്ക് വീണതും
അവർ വന്ന് രുദ്രയും ശ്രാവണയും തൂക്കിക്കൊണ്ടുപോയി. മുഖത്തേക്ക് തണുത്ത വെള്ളം വന്ന് വീണപ്പോഴാണ് അവർ രണ്ടുപേരും ആയാസപ്പെട്ടുകൊണ്ട് കണ്ണു തുറക്കുന്നത്. മുന്നിൽ കാലിമേൽ കാലിയേറ്റി ചേർന്നിരിക്കുന്ന നന്ദനെ കണ്ട് രുദ്ര ഞെട്ടി. നിങ്ങൾ? അവൾ വിശ്വാസം വരാതെ അയാളുടെ നേരെ വിരൽ ചൂണ്ടിയതും അയാൾ പൊട്ടിച്ചിരിച്ചു. അതേ മോളെ, ഞാൻ തന്നെയാ. എന്തേ, ഷോക്കായോ? അയാൾ പരിഹാസത്തോടെ പറഞ്ഞുകൊണ്ട് ചെയറിലേക്ക് ചാരിയിരുന്നതും ശ്രാവൺ അയാളെ സംശയത്തോടെ നോക്കി. ആരാണ് നീ? നിനക്ക് എന്താ വേണ്ടേ? കയ്യിലെ കെട്ടഴിക്കാൻ ശ്രമിച്ചുകൊണ്ട് അവൻ ചീറിയതും നന്ദൻ അവനെ നെഞ്ചിൽ ചവിട്ടി താഴെയിട്ടു. കിടന്ന് തിളക്കാതെടാ ചെക്ക. കൂടുതൽ നകളിച്ച നിന്റെ അമ്മയെ അനുഭവിച്ചതുപോലെ നിന്റെ പെങ്ങളെ ഞാൻ അനുഭവിക്കും, തന്റെ മുമ്പിലിട്ട്. രുദ്രയുടെ താടിയിൽ പിടിച്ച് അവളിലേക്ക് മുഖം അടുപ്പിച്ചുകൊണ്ട് പറഞ്ഞതും ശ്രാവൺ അയാളെ ചവിട്ടി തെറിപ്പിച്ചു. എന്റെ പെങ്ങളെ തൊട്ട കൊന്നുകളയും, നായിന്റെ മോനെ! ശ്രാവൺ ദേഷ്യത്താൽ വിറക്കുകയായിരുന്നു. ഒന്ന് പോടാ ചെക്ക. നിന്റെ തന്തയും ഇതുപോലെ ഒരുപാട് വീമ്പിളക്കിയതാ. എന്നിട്ട് എന്തായി? നിന്റെ അച്ഛൻ വിചാരിച്ചിട്ട് എന്റെ രോമത്തിൽ തൊടാൻ പറ്റിയിട്ടില്ല. പിന്നെയാ നീ. നിലത്തുനിന്ന് എണീറ്റ് പൊടി തട്ടിക്കൊണ്ട് അയാൾ പുച്ഛത്തോടെ പറഞ്ഞതും അവന്റെ മുഖം വലിഞ്ഞു മുറുകി. എന്തിനാ ഞങ്ങൾ നിങ്ങൾ ദ്രോഹിക്കുന്നത്? എന്ത് തെറ്റ് ഞങ്ങൾ തന്നോട് ചെയ്തേ? നെറ്റിയിലെ മുറിപ്പാടിൽ കയ്യമർത്തിക്കൊണ്ട് രുദ്ര ചോദിച്ചു. നന്ദനൊന്ന് ചിരിച്ചു. ഗുഡ് ക്വസ്റ്റ്യൻ. എന്താ ലേറ്റായി? ഇതൊക്കെ ആദ്യമേ ചോദിക്കേണ്ടതല്ലേ? അവളെ പരിഹസിച്ചുകൊണ്ട് അയാൾ ചിരിച്ചതും ശ്രാവൺ അയാളെ നോക്കി മുഷ്ടി ചുരുട്ടി. ഞാൻ നിങ്ങൾക്കൊരു കഥ പറഞ്ഞുതരാം. നിങ്ങളും ഞാനും കഥാപാത്രങ്ങളായ ഒരു ചെറിയ ജീവിതകഥ. അതും പറഞ്ഞ് അയാൾ ഗൂഢമായി ചിരിച്ചു. മാളിയേക്കൽ തറവാട് എന്നൊരു തറവാട്. അവിടെ ആരുടെയും മനമയക്കുന്ന സുന്ദരിയായ ഒരു പെൺകുട്ടി, അവിടുത്തെ രാജകുമാരി ശ്രീദേവി. അവളെ ഹരിനന്ദൻ എന്നൊരു പാവം ചെറുപ്പക്കാരൻ, അതായത് ഈ ഞാൻ, ഒരുപാട് സ്നേഹിച്ചിരുന്നു. ഒരിക്കലും സ്വത്ത് മോഹിച്ചല്ല. അവളുടെ ശരീരവടിവും സൗന്ദര്യവും എന്നെ അത്രയും ലഹരി പിടിപ്പിച്ചിരുന്നു. അയാൾ ഒരു വൃത്തികെട്ട ഭാവത്തോടെ അത് പറഞ്ഞതും ശ്രാവൺ അയാൾക്ക് നേരെ പാഞ്ഞതും രണ്ട് തടിമാടന്മാർ വന്ന് അവനെ പിടിച്ചു വെച്ചു. രുദ്ര കേൾക്കാൻ ആഗ്രഹിക്കാത്ത പോലെ കണ്ണുകൾ ഇറുക്കിയടച്ച് മുഖം തിരിച്ചിരുന്നു. ഒപ്പം കയ്യിലെ കെട്ടഴിക്കാൻ ശ്രമിക്കുന്നുണ്ട്. എന്റെ ഫ്ലോ കളയാതട ചെക്ക, ഞാനൊന്ന് പറഞ്ഞോട്ടെ. അവനെ നോക്കി ചുണ്ടു ചുളുക്കി ഒരു വല്ലാത്ത ഭാവത്തിൽ അയാൾ പറഞ്ഞതും അവരുടെ പിടിയിൽ കിടന്ന് കുതിരിക്കൊണ്ട് ശ്രാവൺ അയാൾ തുറിച്ചു നോക്കി. ആ, അപ്പം നമ്മളെവിടെയാ പറഞ്ഞെടുത്തിയേ? ആ, നിന്റെ അമ്മയുടെ സൗന്ദര്യം മത്ത് പിടിപ്പിച്ചത് വരെ. എന്താ പറയാ, അവളെ കാണാൻ ശരിക്കും ഒരു അപ്സരസ് പോലെ എന്നൊക്കെ പറയാം. ഒരുപാട് ആഗ്രഹിച്ചു പോയി, ഒരുപാട് കൊതിച്ചു പോയി ഞാൻ. പക്ഷേ കള്ളും കഞ്ചാവുമായിട്ട് നടക്കുന്ന എന്നെ അവൾക്ക് വേണ്ടത്രേ. മറ്റൊരുത്തിനെയാണ് അവൾ സ്നേഹിക്കുന്നതെന്ന് കൂടി പറഞ്ഞ് അവളുടെ സുഹൃത്തുക്കളുടെ മുമ്പിൽ വെച്ച് എന്നെ ഒരു കോമാളിയാക്കി. എന്നിട്ടും അവളോടുള്ള ഇഷ്ടം ഒരു തരിമ്പ് പോലും കുറഞ്ഞില്ല. അവളെ സ്വന്തമാക്കണമെന്ന ഉദ്ദേശത്തോടെ തന്നെയാ ഞാൻ സത്യൻ്റെയും ഹേമയുടെയും പ്രണയത്തിന് കൂട്ടുനിന്ന്. ഒരുപാട് കഷ്ടപ്പെട്ടു അവൾക്ക് വേണ്ടി. ഇന്നല്ലെങ്കിൽ നാളെ അവൾ സ്വന്തമാകുമെന്ന പ്രതീക്ഷയിൽ ഞാൻ കഴിഞ്ഞു. പക്ഷേ അപ്പോഴേക്കും ആ ചേറ്റയുമായിട്ട് അവൾ ഒരുപാടങ്ങ് അടുത്തു. എന്നെ തഴഞ്ഞ് കാക്കാശിന് ഗതിയില്ലാത്ത അശോകനെ അവൾ സ്നേഹിച്ചത് എനിക്ക് സഹിക്കാവുന്നതിലും അപ്പുറമായിരുന്നു. എൻ്റെ ദേഷ്യവും വാശിയും ഉച്ചസ്ഥായിലെത്തിയപ്പോൾ കുളക്കടവിൽ കുളിക്കാനിറങ്ങി അവളെ ഞാൻ കടന്നു പിടിച്ചു. അവളെ ആദ്യം തനിക്ക് തന്നെ സ്വന്തമാക്കണമെന്ന വാശിയായിരുന്നു എനിക്ക്. അവളുടെ ധാവണിത്തുമ്പിൽ പിടിച്ച് വലിച്ചതും മദ്യലഹരിയിലായിരുന്ന എന്നെ തള്ളിമറിച്ചിട്ട് അവൾ അവിടുന്ന് ഓടി. അവളെ വിടാൻ ഞാൻ ഉദ്ദേശിച്ചിരുന്നില്ല. അവൾക്ക് പിന്നാലെ ഓടി. അവൾക്കൊപ്പം ഓടിയെത്തി അവളെ തൂക്കിയെടുത്ത് അടുത്ത് കണ്ട പൊന്തക്കാട്ടിലേക്ക് കൊണ്ടുപോയി. അവളുടെ ധാവണി അഴിച്ച് മാറ്റാനൊരുങ്ങിയ എന്നെ ആരോ ചവിട്ടി വീഴ്ത്തി. അശോകനെ കാണാനാണ് അവൾ കുളപ്പടവിലേക്ക് പോയതെന്ന് അവൻ അവിടെ കണ്ടപ്പോഴാണ് എനിക്ക് മനസ്സിലായത്. അന്നവൻ പാട്ടിയെ തല്ലിയെന്ന പോലെ തല്ലി പെണ്ണ് കേസിൽ എന്നെ അകത്താക്കി. ജയിലിൽ വെച്ച് ഞാൻ അനുഭവിക്കേണ്ടി വന്നത് കുറച്ചൊന്നല്ല. അന്നേ മനസ്സിൽ കുറിച്ചിട്ടതാ, ജയിലിൽ നിന്നിറങ്ങി അവരുടെ നാശം കാണുമെന്ന്. പുറത്തിറങ്ങിയപ്പോഴേക്ക് എൻ്റെ പെങ്ങളെ സത്യം വിവാഹം കഴിച്ചിരുന്നു. എന്നോടുള്ള ദേഷ്യം ഹേമയോട് അവർക്കുണ്ടായിരുന്നില്ല. പതിയെ പതിയെ ഞാൻ അവരുടെ സിമ്പതി പിടിച്ചുപറ്റി അവിടെ കയറിപ്പറ്റി. പിടിച്ചു നിൽക്കാൻ ഞാൻ അവർക്ക് മുമ്പിൽ അശോകിൻ്റെയും ശ്രീദേവിയുടെയും ബന്ധം തെളിവ് സഹിതം കാട്ടിക്കൊടുത്തു. അവരുടെ ബന്ധത്തെ ഞാൻ എതിർത്തുകൊണ്ടാണ് എന്നെ അവർ കള്ളക്കേസിൽ കുടുക്കിയതെന്ന് പറഞ്ഞപ്പോൾ എല്ലാവരും വിശ്വസിച്ചു. ഞാൻ അവർക്ക് മുമ്പിൽ നല്ല പിള്ള ചമഞ്ഞു. പക്ഷേ ശ്രീദേവിക്ക് മുമ്പിൽ ഞാൻ പശ്ചാത്തപിക്കുന്ന പാപിയായിരുന്നു. അവളുടെ ഉള്ളിൽ കയറിപ്പറ്റാൻ വീണ്ടും ഒരു ശ്രമം നടത്തി. എന്നോട് മകൾ ചെയ്ത തെറ്റിന് അവളെ എനിക്ക് വിവാഹം ചെയ്തു തരാമെന്ന് ദേവികയുടെ അച്ഛൻ പറഞ്ഞപ്പോൾ
ലോകം വെട്ടിപ്പിടിച്ച സന്തോഷമായിരുന്നു എനിക്ക്. ആ വീട്ടുകാരുടെ മുന്നിലും ദേവിയുടെ മുന്നിലൊക്കെ ഞാൻ തകർത്ത് അഭിനയിച്ചു. ആ സമയത്താണ് ആ ദേവയാനി അശോകനെ ഇഷ്ടമാണെന്ന് പറഞ്ഞ് നടന്ന്. സത്യം പറയാലോ, ആ കിളുന്ത് പെണ്ണിനെ കണ്ട ആരായാലും ഒന്ന് രുചിച്ച് നോക്കി പോവും. ശ്രീദേവിയല്ലാതെ വേറൊരാളെ ഞാൻ മോഹിച്ചിട്ടുണ്ടെങ്കിൽ അത് അവളായിരുന്നു, ആ ദേവയാനി. പക്ഷെ കെട്ടി കൂടെ പൊറപ്പിക്കണമെന്നൊന്നും ഞാൻ ആഗ്രഹിച്ചിട്ടില്ല. അവളെ ഒന്ന് രുചിച്ചറിയണം, അത്രേ ഉണ്ടായിരുന്നുള്ളൂ. അതിനുവേണ്ടി ഞാൻ അവളുടെ ചേച്ചിയുമായി ചങ്ങാത്തം കൂടി. പലപ്പോഴും ആ വീടിനുള്ളിൽ വരെ കയറാൻ കഴിഞ്ഞിട്ടുണ്ടെങ്കിലും എൻ്റെ ഉദ്ദേശങ്ങളൊന്നും നടന്നില്ല. പിന്നെ അശോകന് ഇഷ്ടമാണെന്ന് അവൾ എന്നോട് തുറന്നു പറഞ്ഞപ്പോൾ എനിക്ക് അവളുടെ കഴുത്ത് ഞെരിച്ച് കൊല്ലാനാ തോന്നിയേ. പക്ഷെ അവളെക്കൊന്ന് ജയിലിൽ പോയി കിടക്കേണ്ടവനല്ല ഞാൻ. അവൾ മരിക്കണം, പക്ഷേ പഴി ആ അശോകനും കിട്ടണം. അതിനുവേണ്ടി അശോകന്റെ പേരിൽ ഞാൻ അവൾക്ക് എഴുത്തുകൾ എഴുതി. അവൻ്റെ പ്രണയത്തിനായി ദാഹിച്ച ആ വിഡ്ഢി അത് അവൻ്റേതാണെന്ന് തന്നെ വിശ്വസിച്ചു. ശ്രീദേവിയായിട്ടുള്ള ബന്ധത്തെ തുടർന്ന് അവളുടെ വീട്ടുകാരവനെ നാട്ടിലും തുരത്തിയതുകൊണ്ട് അവർ തമ്മിൽ കാണാനുള്ള സാഹചര്യം ഉണ്ടായില്ല. പക്ഷേ രാത്രികാലങ്ങളിൽ അവൻ ദേവിയെ കാണാൻ വരാറുണ്ടെന്ന് അറിഞ്ഞപ്പോഴേക്കും അവൾ ഗർഭിണിയായി കഴിഞ്ഞിരുന്നു. അപ്പോൾ എനിക്ക് എന്നെ തന്നെ നിയന്ത്രിക്കാൻ സാധിച്ചിരുന്നില്ല. എന്നിട്ടും അവളെ സ്വീകരിക്കാൻ ഞാൻ തയ്യാറായിരുന്നു. പക്ഷേ ഈ വിവാഹത്തിൻ്റെ തലേന്ന് എന്നെ വിഡ്ഢിയാക്കി അവൾ അശോകനോടൊപ്പം ഒളിച്ചോടി. ഒരിക്കൽ പോലും ആഗ്രഹിക്കാത്ത അമ്മാവൻ്റെ മകളെ എനിക്ക് വിവാഹം കഴിക്കേണ്ടി വന്നു. അതോടെ ഞാൻ വെറി പിടിച്ചവനെ പോലെ അലഞ്ഞു. രണ്ടിനെയും കൊല്ലാൻ തന്നെ തീരുമാനിച്ചു. ആ സമയത്താണ് അശോകൻ ഒളിച്ചോടി തടഞ്ഞ് ആ ദേവയാനിനെ സമീപിച്ച്. അതൊക്കെ നുണയാണെന്നും അവനും ആരോ ചതിച്ചാണെന്നും ഞാൻ അവളെ വിശ്വസിപ്പിച്ചു. വിശ്വാസയോഗ്യമായ എഴുത്തിലൂടെ അവളുടെ സംശയങ്ങളെ ഞാൻ പാടെ ഇല്ലാതാക്കി. എനിക്കറിയാമായിരുന്നു അശോകനെ നേരിൽ കാണാനുള്ള അവസരം അവൾ നഷ്ടപ്പെടുത്തില്ലെന്ന്. അതുകൊണ്ട് തന്നെ അശോകന്റെ പേരിൽ ഞാൻ അയച്ച കത്ത് വിശ്വസിച്ച് അവൾ അവൻ്റെ വീട്ടിലേക്ക് പോയി. അപ്പോഴേക്കും അവൻ്റെ വീട്ടുകാരെ ശ്രീദേവിയുടെ വീട്ടുകാർ അവിടുന്ന് തുരത്തിയിരുന്നു. ആളൊഴിഞ്ഞ അശോകന്റെ വീട്ടിൽ അവന് വേണ്ടി കാത്തിരുന്ന അവളുടെ അടുത്തേക്ക് പോയത് ഈ ഞാനായിരുന്നു. അവൾ എന്നെ കാണരുതെന്ന് എനിക്ക് നിർബന്ധമുണ്ടായിരുന്നുകൊണ്ട് തന്നെ മുഖം മറക്കാൻ ഞാൻ പ്രത്യേകം ശ്രദ്ധിച്ചു. അവൾ എൻ്റെ മുഖം കാണുന്നതിന് മുന്നേ എൻ്റെ കയ്യിലെ മയക്കുമരുന്ന് ഉപയോഗിച്ച് ഞാൻ അവളെ മയക്കി കിടത്തി. ഒരുപാട് കഷ്ടപ്പെട്ടു ഞാനെന്ന്. ചെറിയ പാളിച്ച മതിയായിരുന്നു എൻ്റെ പ്ലാൻ മൊത്തം ഇല്ലാതാവാൻ. പക്ഷേ വിജയം എൻ്റെ കൂടെയായിരുന്നു. ബോധരഹിതയായി കിടന്ന അവളെ ഞാൻ ആവോളം ആസ്വദിച്ചു. എൻ്റെ ആഗ്രഹങ്ങളൊക്കെ അവളിൽ ഞാൻ തീർത്തു. ആവശ്യം കഴിഞ്ഞ് അവൾ അവിടെ ഉപേക്ഷിച്ച് പോരുമ്പോൾ അശോകന്റെ പേരുപയോഗിച്ച് അവസാനമായിട്ടൊരു കത്തുകൂടി ഞാൻ അവൾക്ക് എഴുതി. ഇനി നമ്മൾ കാണില്ല. എനിക്ക് വേണ്ട നിന്റെ ശരീരമായിരുന്നു, അതെനിക്ക് കിട്ടി. ഇനി എന്നെ അന്വേഷിക്കരുത്. ആ എഴുത്തിൽ ഞാൻ ആ കളി അവൾ അവസാനിപ്പിച്ചു. അവളൊരു മന്ദബുദ്ധിയാണെന്ന് എനിക്ക് അപ്പോഴേ തോന്നിയിരുന്നു. അല്ലെങ്കിൽ ഇത്ര സമർത്ഥമായിട്ട് അവളെ പറ്റിക്കാൻ എനിക്ക് കഴിയില്ലായിരുന്നു. ഞാൻ ആഗ്രഹിച്ച പോലെ തന്നെ അവളെ രുചിച്ചറിഞ്ഞു പഴയ അശോകനും. എല്ലാം അറിഞ്ഞ് വെറി പിടിച്ചാണെന്ന ഭദ്രയുടെ ഒപ്പം നിന്ന് ഞാൻ അവളെ പിരികേറ്റി വിട്ടു. പക്ഷേ ഭ്രാന്തിയായ സഹോദരിയെ പരിചരിക്കുന്നതിനിടയിൽ അവൾ പ്രതികാരം മറന്നു. ഞാൻ അത്രയൊക്കെ ചെയ്തത് പാഴായിപ്പോയാ എനിക്ക് സഹിക്കോ? ഇല്ല, സഹിക്കില്ല. അതാ ഞാൻ ആ ഭ്രാന്തിയെ കൊന്നുകളഞ്ഞത്. അവളെ ഒന്നുകൂടി അനുഭവിച്ചിട്ടാ അവളെ ഞാൻ ഇല്ലാതാക്കി. അവളെ ആ നരുന്ത് കൊച്ചിനെ കൂടി കൊല്ലാമെന്ന് കരുതിയാ ഞാൻ പോയത്. അതിൻ്റെ നല്ല കാലം കൊണ്ട് അതവിടെ ഇല്ലായിരുന്നു. അവളെ കൊന്നിട്ട് ഞാൻ ആദ്യം വിളിച്ചത് ആ അശോകനെയായിരുന്നു. ചന്ദ്രൻ ആക്സിഡന്റ് ആയിരുന്നു, അവർ റോട്ടിൽ കിടക്കുവാണെന്നും പറഞ്ഞ് ഞാൻ അവനെ ആ ഭദ്ര വരുന്ന സമയം നോക്കി ആ വഴി വിളിച്ചു വരുത്തി. അവൻ വരുമെന്ന് തീരെ പ്രതീക്ഷയില്ലായിരുന്നു. ആത്മാർത്ഥ സുഹൃത്തും അതിലുപരി പെങ്ങളുടെ ഭർത്താവായതുകൊണ്ടാവും. അവൻ പിടച്ചടിച്ച് ഓടി വന്ന് അവിടെ മുഴുവൻ തെരഞ്ഞു പോകാൻ ഒരുങ്ങിയ അശോകനെ ആ ഭദ്ര നല്ല വ്യക്തിയായി കണ്ടു. ഇത്രയൊക്കെ പോരെ അവൾക്ക് അവനെ കൊല്ലാൻ? എൻ്റെ കയ്യിൽ ചോര പുരളാതെ ഭദ്രയിലൂടെ ഞാൻ എൻ്റെ ശത്രുവിനെ ഇല്ലാതാക്കി. അയാൾ ക്രൂരമായി ചിരിയോടെ പറഞ്ഞതും കണ്ണൻ അയാളെ ചവിട്ടാനായി മുന്നോട്ടാഞ്ഞതും അയാൾ അവിടുന്ന് മാറി നിന്നു. ദാ എൻ്റെ അച്ഛന് നീ! ആ ഗുണ്ടകളുടെ കയ്യിൽ കിടന്ന് കുതിരിക്കൊണ്ട് അവൻ അലറി. അച്ഛനെ മാത്രമല്ലടാ, നിന്റെ അമ്മയെയും ഞാനാ തീർത്തേ. വയസ്സ് ഒരുപാടായിട്ടും അവൾ ഒട്ടും ഉടഞ്ഞിട്ടില്ലായിരുന്നു. എൻ്റെ ആശയും മോഹമൊക്കെ തീർത്ത് സ്നേഹിച്ചാ ഞാൻ അവളെ കൊന്നത്. ഉഫ്, അവളുടെ ആ ഗന്ധം ഇപ്പോഴെൻ്റെ മൂക്കിൻ തുമ്പിലുണ്ട്. അതുകൂടി കേട്ടപ്പോൾ അവൻ്റെ നിയന്ത്രണം വിട്ടുപോയി. രുദ്ര ബാക്കി കേൾക്കാനാവാതെ ചെവി പൊത്തി അലറിക്കരഞ്ഞു. ശ്രാവൺ ആ ഗുണ്ടകളൊക്കെ വശങ്ങളിലേക്ക് പറപ്പിച്ചുകൊണ്ട് ഒരലർച്ചയോടെ കയ്യിലെ കെട്ടുപൊട്ടിച്ചു. ഞങ്ങളുടെ അമ്മയെ നീ! അയാളുടെ മൂക്കിടിച്ചു പൊട്ടിച്ചുകൊണ്ട് അവൻ ദേഷ്യം അടക്കാനാവാതെ നിന്ന് കിതച്ചു.
നിലത്ത് കിടന്ന അയാൾക്ക് നേരെ അവൻ പാഞ്ഞതും അയാളുടെ ഗുണ്ടകൾ അവനെ പിടിച്ചു വെച്ചു. അവൻ മുഷ്ടിയുരുട്ടി പിടിച്ച് നന്ദനെ നോക്കി. അയാൾ പോക്കറ്റിൽ നിന്ന് കർച്ചീഫ് എടുത്ത് മൂക്കിലെ ബ്ലഡ് തുടച്ചു മാറ്റി. മൂക്കിലിടിച്ചാൻ ഭയങ്കര വേദനയാടാ മോനെ. അതും പറഞ്ഞ് അയാൾ അവന്റെ മൂക്കിനിടിക്കാൻ നിന്നു. ശ്രാവൺ അവന്റെ കൈ പിടിച്ചു വലിച്ചിരുന്നവനെ പിടിച്ചു വലിച്ച് മുന്നിൽ നിർത്തിക്കൊടുത്തു. നന്ദന്റെ ഇടികൊണ്ടവൻ മൂക്കുപത്തി നിലത്തേക്ക് വീണതും ശ്രാവൺ ബാക്കിയുള്ളമാരെ ഓരോരുത്തരെയും ചവിട്ടി തെറിപ്പിച്ചു. ഡാ മോനെ, മതി മതി, നിന്റെ ടേൺ കഴിഞ്ഞു. നന്ദന്റെ ശബ്ദം കേട്ടാണ് അവൻ തിരിഞ്ഞു നോക്കിയത്. രുദ്രയുടെ കഴുത്തിൽ കത്തി പിടിച്ചുകൊണ്ട് ഒരാപ്പിളും കടിച്ചിരിക്കുന്ന അയാളെ കണ്ടതും അവന്റെ കണ്ണുകൾ രക്തവർണമായി. തുടരും ഈ കഥയുടെ ബാക്കി ഭാഗം നാളെ ഇതേ സമയം.